ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം ഉറപ്പു നൽകിയ NDAയുടെ തെരഞ്ഞെടുപ്പ് മാർഗരേഖ എയിംസ് യാഥാർത്ഥ്യമാക്കും. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ സർവീസ് 3000 രൂപ ക്ഷേമ പെൻഷൻ നൽകും തുടങ്ങിയ വാഗ്ദാനങ്ങളും മാർഗരേഖയിലുണ്ട്. ഹരിമോഹനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ഹരി, ശബരിമല സ്വർണ്ണക്കൊള്ള UDF പ്രധാന പ്രചാരണായുധമാക്കുന്നുണ്ട്. മാത്രമല്ല പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ മിണ്ടുന്നില്ല എന്ന വിമർശനവും ശക്തമാണ്. അതിനിടയിലാണ് ഇപ്പോൾ NDAയുടെ തെരഞ്ഞെടുപ്പ് മാർഗരേഖ ഇറങ്ങുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉറപ്പ് എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം എന്നതാണ്. മറ്റു പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? എയിംസ് വലിയ ചർച്ചാ വിഷയമായിരുന്നു, അത് യാഥാർത്ഥ്യമാക്കും എന്നുകൂടി പറയുകയാണ് BJP. പിന്നെ തീർച്ചയായിട്ടും വമ്പൻ വാഗ്ദാനങ്ങളൊക്കെയാണ് BJPയുടെ മാർഗരേഖ അല്ലെങ്കിൽ പ്രകടന പത്രികയിൽ ഉള്ളത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ട് അത് മാർഗരേഖയിലടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നിപ്പോൾ ദേശീയ അധ്യക്ഷൻ അത് പ്രകാശനം ചെയ്തിരിക്കുന്നത്. CBI അന്വേഷണം, അതായത് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ CBI അന്വേഷണം നടത്തിക്കൊണ്ട് അത് സമയബന്ധിതമായി പൂർത്തീകരിച്ചുകൊണ്ട് കുറ്റവാളികളെ എല്ലാം ശിക്ഷിക്കും എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായി വരുന്നത്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാൻ കഴിയുന്നത് ദേവസ്വം ബോർഡുകളിൽ ഭക്തരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് അവ പുനഃസംഘടിപ്പിക്കും എന്നുള്ള മറ്റൊരു വാഗ്ദാനം കൂടിയാണ് ഇന്നിപ്പോൾ NDA പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പ്രധാനമായിട്ടും പറയുന്നത്. മറ്റൊന്ന് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നുള്ള ഉറപ്പാണ് NDA നൽകുന്ന മറ്റൊരു കാര്യം. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വനിതകൾക്ക്, അതായത് പാവപ്പെട്ട കുടുംബങ്ങളിലെ വനിതകൾക്ക് പ്രതിമാസം 2500 രൂപ റീചാർജ് ഉള്ള ഒരു ആരോഗ്യ സുരക്ഷാ കാർഡ് നൽകും. ഇത് മരുന്നുകൾ വാങ്ങാനും മറ്റ് ഭക്ഷ്യവസ്തുക്കളൊക്കെ വാങ്ങാനുമായി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിൽ വിവിധ മേഖലകളിൽപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും തൊഴിലാളികൾക്കും എല്ലാം തന്നെ വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് ഈ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. വിനീത, ശരി, ഇതൊക്കെയാണ് വാഗ്ദാനങ്ങൾ. ഈ വാഗ്ദാനങ്ങളൊക്കെ നടപ്പാക്കുമോ എന്ന് കണ്ടറിയാം. ഏതായാലും NDA പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ